സ്വർഗീയ പിതാവായ ദൈവമേ, വാഴ്ത്തപ്പെട്ട ഈ നല്ല ദിവസം നന്ദി പറയുകയാണ് കർത്താവേ. ഇവരുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവേ, വൈദികരും ഞങ്ങളും തീരുമാനിച്ച ചില കാര്യങ്ങള് സാന്തോ മനുഷ്യയിലെ എല്ലാ കുടുംബങ്ങൾക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുമായ എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, സാന്തോ മനുഷ്യ മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്രീയുടെ നാമത്തിലും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ പേരിന് കാരണപതരായ വിശുദ്ധരുടെയും പുണ്യവതികളും പുണ്യവാന്മാരുടെയും നാമത്തിൽ പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധാത്മാവിന്റെ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരളമേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം പ്രഭാഷകൻ 2-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനമാണ്. നമുക്കറിയാം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ഇതാണ് ഇന്നത്തെ തിരുവചനം. ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് പോയി ഒരു വചനം എടുത്താൽ സങ്കീർത്തനം 27-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നു. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. സമ്പത്തിൽ ആശ്രയിച്ചിട്ടോ, മക്കളിൽ ആശ്രയിച്ചിട്ടോ, ജോലിയിൽ ആശ്രയിച്ചിട്ടോ, ആരോഗ്യത്തിൽ ആശ്രയിച്ചിട്ടോ ഇനിയും മുന്നോട്ടുള്ള ജീവിതം പോകില്ല. ആയതിനാൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ, നമ്മൾ ഇനിയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മാത്രം നമ്മുടെ ജീവിതം നല്ല ശുഭകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവേൻ. അപ്പൊ ഇവിടെ പറഞ്ഞു, പ്രഭാഷകൻ 2-ന്റെ 6 പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കണം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. മറ്റുള്ളവരിലുള്ള പ്രത്യാശ നമുക്കറിയാം. ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരും ആരിലും പ്രത്യാശ അർപ്പിക്കുന്നത് നല്ലതല്ല. കാര്യം, ആ പ്രത്യാശയിൽ ജീവിച്ചാലൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. അതൊക്കെ ഇന്ന് കാണുന്ന നാളെ കാണുന്നില്ല. ഇന്ന് പുഷ്പിക്കുന്നു, നാളെ അത് നിന്നിടം പോലും അതിനറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി നമ്മളെ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് സങ്കീർത്തനം പറയുകയാണ്, 27:14 പറയുകയാണ്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക, ദുർബലരാകരുത്. ഒരു കാര്യത്തിനും ദുർബലത വരരുത്. അത് സാത്താന്റെ വലിയൊരു കുടില തന്ത്രമാണ്. അതുകൊണ്ട് ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ, ധൈര്യമായിട്ടിരിക്കണം. കാര്യം കർത്താവ് നിന്നെ സഹായിക്കും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവേൻ, കർത്താവിന്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുവേൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉചിതം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. സങ്കീർത്തനം 118:8 പറയുന്നുണ്ട്. അപ്പം കർത്താവിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഈ പ്രഭാഷകൻ 1 തൊട്ട് 10 വരെയുള്ള തിരുവചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവുകയാണ്. എന്റെ മകനെ, മകളെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമിടങ്ങൾ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. പ്രഭാഷകൻ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനം. സിറാഖ് അതിന്റെ 6-ാമത്തെ വചനം നമുക്ക് തന്ന്. സിറാഖ് ചാപ്റ്റർ 2 വേർഡ്സ്, ഇംഗ്ലീഷിൽ സിറാഖ് ചാപ്റ്റർ 2 വേർഡ്സ് 1 to 10 and 6 ആയിരുന്നു. ഇതിൻ്റെ അത് മലയാളം അറിയാൻ മേലാത്തവരുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുക. ബൈബിള് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് പറയാ, നീ പ്രാർത്ഥനാ ജീവിതമായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഈശോ നമ്മളെ പഠിപ്പിച്ചായിരുന്ന പ്രാർത്ഥനയില് ഇതാ, പ്രലോഭനങ്ങൾ അകപ്പെടാതെ, പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടന്റെ ഗണിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ച ഈശോ പറയുകയാണ്, നീ പ്രാർത്ഥന അനുഭവത്തിലേക്ക് വരുമ്പോൾ സാത്താന് കുടില തന്ത്രങ്ങളിൽ കൂടി നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുവാൻ, വചനപ്രഘോഷണം കേൾക്കാതിരിക്കുവാൻ, നിനക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ രീതിയിൽ തരും. എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനം പറയുന്നു. ഗോസ്പൽ ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നു, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളവൻ ദൈവത്തെ, യേശുക്രിസ്തു ലോകത്തെ ജയിച്ചതാണെങ്കിൽ കർത്താവിന് വേണ്ടി നീ കാത്തിരിക്കെ, നിന്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരും എന്ന് ഉറപ്പ് തന്നു. അതുകൊണ്ട് വീണ്ടും പറയാണ്, നിന്റെ ഹൃദയം അവക്രമവും അജുജലുമായിരിക്കട്ടെ. നിന്റെ ഹൃദയം അടിപതറരുത്, ആപത്തിൽ അടിപതറരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറാൻ പാടില്ല. ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കണം. ആ സമയം കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. കർത്താവിൽ നീ അഭയം തരണം, കർത്താവിൽ നീ ആശ്രയിക്കണം. അവിടുത്തെ നിന്നെ സഹായിക്കും. മൂന്നാമത്തെ വചനം പറയുന്നു, അവിടുത്തോടെ വിട്ടകലാതെ ചേർന്ന് നിൽക്കണം, വിട്ടകന്നു പോകരുത്. അനേക മക്കളെ നിരാശയെ വിട്ടകലുക. ദൈവം തമ്പുരാൻ നിനക്ക് തന്നിരിക്കുന്ന ആ കൃപ ഒരിക്കലും നഷ്ടധൈര്യരാകരുത്, ദുർബലരാകരുത്. ജോലി കിട്ടിയില്ലെങ്കിൽ, ഇന്റർവ്യൂ പാസ്സായില്ലെങ്കിൽ, പോകാൻ പറ്റിയില്ലെങ്കിൽ നീ ദൈവത്തിനോട് ഒട്ടി നിൽക്കണം, വിടരുത്. ദൈവം നിന്നെ സഹായിക്കും, തീർച്ച. അതുകൊണ്ട് കർത്താവ് പറയും, അവിടത്തോട് വിട്ടകലാതെ നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. അവിടത്തോട്ട് വിട്ടകലാത്തവന്റെ ദിവസങ്ങളും അവന്റെ പ്രവർത്തന മേഖലകളും ദൈവം തമ്മിൽ അന്വേഷിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കണം. പ്രാർത്ഥന അനുമതി വരുമ്പോൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരും. ഞെരുക്കുന്ന ദൈർഭാഗങ്ങളിൽ ശാന്തത കൈവെടിയരുത്, ശാന്തത വെടിയരുത്. കാര്യം ശാന്തത നഷ്ടപ്പെട്ടു പോകരുത്. കാര്യം ഇത് പിശാചിന്റെ കുടില തന്ത്രത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. ദൈവം വിശ്വസ്തനാണ്, നിന്നെ സഹായിക്കും. നീ ഈ ലോകത്തെ ജയിച്ചവനാണ്, നിന്റെ ഉള്ളിലുള്ളവൻ. അതുകൊണ്ട് നീ കർത്താവ് ഇടപെടാനായിട്ട് വിട്ടുകൊടുക്കുക. അതാണ് നിന്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. അതാണെന്ന് കർത്താവ് പറയുന്നു. അടുത്ത പറയാം, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മക്കളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ, നിന്റെ ഒറ്റപ്പെടലുകളെ, നിന്റെ നിരാശകളൊക്കെ വരുമ്പോൾ സാത്താൻ നിന്നെ മുതലെടുക്കും. അതുകൊണ്ട് നീ ഈ തീച്ചൂളയിലാണെങ്കിലും നിന്നെ ഉരുക്കി നല്ല മാറ്റുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ. അതുകൊണ്ട് കർത്താവിന് സ്വീകാര്യമാണ് നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നീ കണ്ണുനീരൊഴുക്കി നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും വചനം കേൾക്കുന്നതിൽ നിന്നും അകന്നു പോകരുത്. ആപത്തും അപകടങ്ങളും ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. ഇല്ല എന്ന് പറയുന്ന ആർക്കും പറ്റത്തില്ല. പക്ഷെ അതൊന്നും നിന്നെ ബാധിക്കാതിരിക്കാൻ ദൈവം തമ്പുരാൻ നോക്കിക്കോളും. നീ കർത്താവിൽ ആശ്രയിച്ചാൽ മതി, നിന്നെ സുഖപ്പെടുത്തും. കർത്താവിൽ ആശ്രയിച്ചാൽ മതി, നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിച്ചാൽ മതി, നിന്റെ പരീക്ഷ പാസ്സാകും. എല്ലാം കർത്താവിൽ ആശ്രയിക്കുക. ദുർബലരാകരുത്. ദുർബലത വന്നുപോയെങ്കിൽ സാത്താൻ ആ ദുർബലതയിൽ കൂടി നിന്നെ തകർക്കാനായിട്ട് അവൻ നിന്നിലേക്ക് പ്രവേശിക്കും, പ്രലോഭനങ്ങൾ തരും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ഒരു തകർച്ച കാണാൻ, അതിലൂടെ സാത്താൻ നിന്നിലേക്ക് പ്രവേശിക്കാൻ, ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവൻ ഇങ്ങനെ കുടില തന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും തകർന്നു പോകരുത്. അതാണ് പറഞ്ഞത്. ഇന്നത്തെ വചനം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിച്ചാൽ മതി. കർത്താവിൽ നിന്റെ പ്രത്യാശ അർപ്പിക്കുക. നീ നിരാശപ്പെടണ്ട, ദുർബലരാകണ്ട. 7-ാമത്തെ വചനം പറയുന്നു, കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കത്തില്ല. നിങ്ങൾ ഈ കൂട്ടായ്മ കടന്നു വരുന്നവര്, ദൈവം നിശ്ചയമായിട്ടും നിനക്ക് പ്രതിഫലം തരും. ഈ 3 ദിവസം നീ വചനം കേൾക്കാൻ താല്പര്യത്തോടു കൂടി വരുന്നെങ്കിൽ നിനക്ക് പ്രതിഫലം തരിക തന്നെ ചെയ്യും. ഉറപ്പാണ്, മാറ്റമില്ലാത്ത വചനം. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. പ്രതീക്ഷ വേണം. പ്രതീക്ഷ നമ്മളെ പ്രത്യാശയിലേക്ക് കൊണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കത്തില്ല. പ്രത്യാശ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. വിശ്വാസം നമ്മളെ രക്ഷിക്കും. അത് വളരെയേറെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ്. പ്രതീക്ഷയോടു കൂടി ആയിരിക്കണം. ഇവിടെ പറയാം 9-ാമത്തെ വചനം, കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യം നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. പ്രതീക്ഷിക്കണം, എന്നാലേ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദുർബലരാകും, നിരാശപ്പെടും. ആ പ്രത്യാശയുള്ളവർക്ക് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കത്തുള്ളൂ. കർത്താവിൽ തന്നെ ആശ്രയിച്ച് അങ്ങനെയുള്ള ഒരു രക്ഷ പ്രാപിക്കും. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. 10-ാമത്തെ വചനം ഒരു ഉപദേശമായിട്ട് തരികയാണ്. കഴിഞ്ഞ കാല ജീവിതത്തില് നീ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? പൂർവ്വ പിതാക്കന്മാരെല്ലാം കർത്താവിനെ ആശ്രയിച്ചു. അവരുടെ
ആയുസ് എത്ര വർഷക്കാലമാണെന്നറിയാം? 100, 120, 150, 300, 400 വർഷക്കാലമൊക്കെ അവർ ജീവിച്ചു. ഇന്ന് ഏറിയാൽ 70 അല്ലെങ്കിൽ 80, അതിന്റെ പകുതി പോലും എത്തുന്നില്ല. വചനം പഠിപ്പിക്കുന്നു ആയുസിന്റെ പകുതി എത്താതെ മരിക്കുന്നുവെന്ന്. അതുകൊണ്ട് തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത്? ആരാണ് തള്ളപ്പെട്ടത്? കർത്താവിന്റെ ഭക്തരെ ആരും ദൈവം തമ്പുരാൻ കൈവടിയില്ല. അടുത്ത വചനം പറയുന്നു, വിളിച്ചപേക്ഷിച്ച് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഈ പ്രാർത്ഥനയെ നമ്മൾ വിളിച്ചപേക്ഷിച്ചിട്ട് നിങ്ങളെ ആരും ദൈവം തമ്പുരാൻ അവഗണിക്കത്തില്ല. സത്യമായിട്ടും ദൈവത്തിന്റെ ഈ സതുപദേശം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് ദുർബലരാകണ്ട. ഈ ക്രിസ്മസ് കാലത്ത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദുർബലരാകാതെ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രശ്നത്തിനെയും അതിജീവിക്കാൻ സാത്താന്റെ കുടില തന്ത്രത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പരസ്പരം നിങ്ങൾ മല്ലടിക്കരുത്. നേരായ മാർഗത്തിൽ ജീവിക്കണം. സത്യസന്ധമായിട്ട് ജീവിക്കുക. ഭാര്യ ഭർത്താവും നമ്മെ വഴക്കുണ്ടാക്കരുത്. കുടുംബ കലഹങ്ങളെ ഒഴിവാക്കുക. വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. എങ്ങനെയുള്ള ദൈവത്തിന്റെ ദുഷ്ടന്റെ നമ്മളെ കെടുത്തുന്ന നമ്മുടെ ആ പരിശുദ്ധാത്മാവിനെ അഗ്നിയെ കെടുത്തുന്ന ദുഷ്ടന്റെ ക്രൂരമ്പുകളെ സൂക്ഷിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.